CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹംപി ട്രിപ്പിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. ഹംപിയിലെ ലാസ്റ്റ് ദിവസമാണ് ഞങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം അത് ഇച്ചിരി മല കയറാനുണ്ട്. അവിടെ സൂര്യോദയം സൂര്യാസ്തമനം കാണാനാണ് ആളുകളുടെ തിരക്കുണ്ട്. ഈ ഒരു ഭാഗത്ത് അധികം തിരക്കുകളും മറ്റും ഒന്നും കാണാൻ കഴിയത്തില്ല. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കില്ലായിരുന്നു. ഈ ഒരു നദിയിലൂടെ അവർ കുട്ടവഞ്ചി മേളിൽ ഈ ഒരു ഭാഗത്തു നിന്നും കുട്ടവഞ്ചിയിൽ ആളുകളെ എത്തി തള്ളി അതിനകത്തോട്ട് ഇറക്കി ആ ഒരു നദിയിലൂടെ, ആ തുംഗഭദ്ര നദിയിലൂടെ ഒരു ട്രിപ്പ് കൊണ്ടുപോകാറുണ്ട്. ഒരു കുട്ടവഞ്ചി സവാരി കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ കുട്ടവഞ്ചി സവാരി എടുത്തില്ല. ഞങ്ങൾ അതിനുശേഷം ഇവിടെ നിന്ന് നേരെ പോയത് ഈ ഒരു ഹനുമാൻ ടെമ്പിൾ കാണാനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി പോയിൻറ്റ്. അപ്പോൾ നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മുടെ ചെരുപ്പുകളൊക്കെ വെക്കാൻ സ്ഥലമുണ്ട്. ചെരുപ്പിട്ടോണ്ട് മുകളിൽ കയറാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെരുപ്പ് അവിടെ വെച്ചിട്ട് ഈ ഒരു മല കയറണം. ഇത് ഏകദേശം 575 പടികളുണ്ട് ഈ ഒരു മലയുടെ മുകളിലെത്താൻ. അതിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഏകദേശം പാതി എത്തിയതേ ഉള്ളൂ. ഈ ഒരു ഹൈറ്റിൽ നിന്ന് നോക്കി തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ നല്ല രീതിയിൽ കാണാൻ കഴിയും. നമ്മളെ ചുറ്റുപാടൊക്കെ നല്ല രീതിയിൽ കാണാൻ കഴിയും. പിന്നെ അതിനുശേഷം നടയിൽ കാണാം 575 സ്റ്റെപ്സ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മൊത്തം 575 പടികൾ കയറി വേണം മുകളിലെത്താൻ. ഇത് കണക്കുള്ള പാറകളാണത്. പിന്നെ ഇടയ്ക്ക് അത് സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത് കണക്ക് ചെറിയൊരു ഗുഹ എല്ലാവരും പാറയുടെ അടിവശത്തൂടെ കുഞ്ഞാണ് അപ്പുറത്ത് പോകേണ്ടത്. അപ്പം മൊത്തത്തിൽ പടിയുണ്ട്. അപ്പം ഞങ്ങൾ ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ട് പോയി മുകളിലോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് ചെരുപ്പ് ഇട്ടുകൊണ്ടും വരുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ കയറാൻ നേരത്തെ ഒരു ചെരുപ്പ് അവിടെ മേടിച്ച് വെക്കുന്നുണ്ടായിരുന്നു ടോക്കൺ തന്നിട്ട്. അപ്പോൾ ഇത് മുകളിലെത്തിയതിന് ശേഷമുള്ള ദൃശ്യമാണ്. ഇത് ഏറ്റവും മുകളിലെത്തിയതിന് ശേഷമുള്ള ആ ഒരു കാഴ്ചയാണ്. ഇവിടെ ആളുകൾ ഭക്തരൊക്കെ വന്നിട്ട് അവിടെ നിൽക്കുന്ന ഈ കുരങ്ങന്മാർക്കും മറ്റും വെള്ളവും മറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിൽ പിടിച്ച് അവർ അവിടെ നിന്നുള്ള കുരങ്ങന്മാർക്ക് കൊടുക്കാറുണ്ട്. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആ ടെമ്പിൾ, ഹനുമാൻ ടെമ്പിൾ. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. ഇതതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ്. അപ്പോൾ മേളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ ഒരു വ്യൂ പോയിൻ്റ് കൈവരി കെട്ടി മറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നോക്കിയാലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് ആ വ്യൂ പോയിൻ്റ്. ഈ ഒരു ക്ഷേത്രത്തിന് ഹനുമാൻ ക്ഷേത്രം കൂടാതെ പ്രാണദേവ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു കുന്നിനെ മാലിവനക്കുന്നെന്നും അറിയപ്പെടുന്നുണ്ട്. ശ്രീരാമദേവനും ഹനുമാനും ആദ്യമേ കണ്ടുമുട്ടിയതും ഇവിടെ വെച്ചാണെന്ന് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നു. ഞങ്ങളിതിന് മുകളിൽ വന്നതിന് ശേഷം അത് ഒരുപാട് ടൂറിസ്റ്റുകൾ താഴെ നിന്ന് മുകളിലോട്ട് വരുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഇവിടെ രാവിലെ വെളുപ്പിനെ ഒരു സൂര്യോദയ സമയത്തും വൈകുന്നേരം സൂര്യാസ്തമന സമയത്തും ഈ 2 ടൈമുകളിലും നല്ല തിരക്കനുഭവപ്പെടാറുണ്ട് എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. മുകളിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് ഈ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അത് ആ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ശകലം ഉയർന്നൊരു ഭാഗം. ഇത് കണക്ക് പാറകൾ അങ്ങനെ അടുക്കി കണക്ക് ഒരു കുറേ പാറകൾ. ഇതിനെല്ലാം ഇടയ്ക്ക് ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ. കാരണം ഇടയ്ക്ക് വലിയ ഗർത്തങ്ങളാണ്. ഓരോ പാറയുടെ ഇടയ്ക്ക് കാണാൻ കഴിയേണ്ടത്. ഇത് കണക്ക് വലിയ ഗർത്തങ്ങളാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം പോകേണ്ടത്. ഇത് നടന്ന് ഇങ്ങ് അപ്പുറത്ത് എൻഡിൽ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഒരു വിസ്തൃതമായ പാറയാണ് അത്. അവിടെ ഇതിനൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. അതൊരു ടാങ്ക് കണക്ക് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഇതിൻ്റെ അങ്ങേ അറ്റത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമനവും സൂര്യോദയവും കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഈ ഒരു ടൈമിൽ സൂര്യാസ്തമന സമയത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തിരക്കില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരവിടെ വന്നിരുന്നു. അതിനകത്ത് ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 6 മണി ടൈമിലാണ് അവിടെ എത്തിയത്, മുകളിലെത്തിയത്. അപ്പോൾ ആ ഒരു സൂര്യാസ്തമനം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു ആകാശത്തിൻ്റെ ഒരു കാഴ്ച. നമ്മൾ കണ്ട ആ ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഒരു കരിങ്കൽപ്പാറയിലാണ്. ആ യന്ത്രം എന്നറിയപ്പെടുന്ന ഷത്കോണ യന്ത്രത്തിൻ്റെ മധ്യത്തിൽ പത്മാസനത്തിലിരിക്കുന്ന ഒരു നിലയിലാണ് ഹനുമാനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഒരു സൂര്യാസ്തമനം നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളിത് വീഡിയോ എടുത്ത് നമ്മൾ കുറേ എഡിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ആ സൂര്യാസ്തമനം മൊത്തത്തിൽ ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് ഇനി ഹംപി എപ്പിസോഡിൻ്റെ ഒരു 1-2 എപ്പിസോഡ് കൂടി ഇനി കാണത്തുള്ളൂ. അതോടുകൂടി ഹംപി യാത്രയുടെ പൂർണ്ണമായും നമ്മളത് ആ ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ച് തീർക്കുന്നതാണ്. ഹംപിയിലെ ഏകദേശം പുരാതനമായിട്ടുള്ള എല്ലാ ഏരിയയും, ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ ഏരിയയും നമ്മൾ ഈ ഒരു 11 എപ്പിസോഡുകളിലൂടെയും ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എപ്പിസോഡുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുപോലെ ഈ ഒരു എപ്പിസോഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.